നിങ്ങള് സിനിമ കാണാറില്ലേ? ഉണ്ടല്ലോ, അതല്ലേ കള്ളനാണെന്ന് പറഞ്ഞത്. അസൽ കള്ള ലക്ഷണം. ഞാൻ കള്ളനൊന്നുമല്ല, അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. പേര് മോഹൻലാൽ. മോഹൻലാല് നീയായിരുന്നോ? കുറെ സമയമായിട്ട് കളിയാക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല. സവാരി ഗിരിഗിരി വലിയ ആളാണ്. സവാരി ഗിരിഗിരി. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന നിന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. തോമ, ആട് തോമ. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റി കളയൊന്നൊന്നാവില്ല. ഒന്നാളെയും ഞാൻ അതേ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാൽ മതി. തെക്കൻ തിരുവിതാംകൂറുമായിട്ട് മോശമല്ലാത്ത ഒരു ബന്ധമുണ്ട് എനിക്ക്. തായ് വഴി അച്ഛൻ വടക്കന, വടക്കെന്ന് പറഞ്ഞാൽ ഉദയനന്റെ നാട്ടിൽ. അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്നപ്പോൾ ഞാൻ അല്പം വടക്കായി. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. എടോ, അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ. താൻ ആരാടോ? നാട്ടുരാജാവോ? പറയുന്ന ചാർലിയാ, പുലിക്കാട്ടിൽ ചാർലി. തന്റെ ഈ കളരിയും മർമ്മവിദ്യയും കരിയുടെ നമ്പറുമെല്ലാം ചെലവാവും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. നെഞ്ചിൻ കൂടി ചിതറിപ്പോവും നിന്റെ വിരലൊന്നനങ്ങിയ. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. മോനെ ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ. തടഞ്ഞാൽ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലിച്ചതക്കിയല്ല, കുത്തിക്കൊല്ലും. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. വരുത്തിയാൽ അതിന്റെ പേരിൽ നിനക്കൊക്കെ ഉണ്ടാവുന്ന നാശങ്ങളെ കുറിച്ച് ഊഹിക്കാൻ പോലും പറ്റില്ല. പറയുന്നത് ബായ, അലിബായി. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. ഞാൻ വരും, തൂണ് പിളർന്നും വരും. കേട്ടാ മോനെ ദിനേശ? അരി വറക്കല്ലേ. തൊണ്ട അടിക്ക് റിയാക്ട് ചെയ്യാൻ നീ ആര്? എം എൻ നമ്പ്യാർ. ചുമ്മാ അണ്ണ ഇങ്ങനെ താടി മറച്ച് അയ്യോ പാവം കളിച്ചതാടാ. ആർക്കടാ പ്രശ്ന? ഈശ്വര, ഇങ്ങനൊരു പ്രാന്തമായി നോക്കിയാണല്ലോ എനിക്ക് കിട്ടിയത്. പ്രാന്തമായി നോക്കി അച്ഛേ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു. ഇംപോസിബിൾ. എന്റെ അച്ഛനാണോ ചികിത്സിക്കുന്നത്? അതെ, എന്റെ അച്ഛൻ ഒരു മൃഗഡോക്ടറാണ്. ഇത്രയും സുന്ദരനായ, സൽസ്വഭാവിയായ, ചക്കരക്കുട്ടനായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. സ്റ്റിൽ ഐ ലവ് യു. വേറൊന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. എത്ര ഭംഗിയായാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത്. അവന്റെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പഴയത്, എന്റെ ഹൃദയത്തിൽ. എന്നെ ആദ്യം വിസ്മയിപ്പിച്ചത് തീർച്ചയായിട്ടും മോഹൻലാലാണ്. മോഹൻലാൽ എന്നെ വിസ്മയിപ്പിച്ച പോലെ ആരും വിസ്മയിപ്പിച്ചിട്ടില്ല. ഇന്ത്യൻ സിനിമയിലെ ഒരു അത്ഭുതം തന്നെയാണ് മോഹൻലാൽ. ഞാൻ കൊന്നിട്ടില്ല. ഇനി എന്റെ വീട്ടിൽ പോകയോ രഞ്ജിനിയോട് സംസാരിക്കാൻ ഇത് നമ്മുടെ മീനാക്ഷി അല്ല. ഇങ്ങനെ പറയത്തില്ല. Amazing ability to, just be the character and not play the character. I think that's his greatest strength. മോഹൻലാല് അവൻ എങ്ങനെ എന്നെ അറിയാനാ? പക്ഷെ എനിക്ക് അവനറിയാം. മനസ്സിലാക്കി കളഞ്ഞല്ല. അങ്ങോട്ട് എനിക്കറിയാം.